ഇന്ത്യയുടെ സമകാലിക രാഷ്ട്രീയം വരച്ചുകാട്ടി തിയേറ്റർ റെഡ് പയ്യന്നൂരിൻ്റെ ഇത് ഇന്ത്യയുടെ ഭൂപടം എന്ന നാടകം. കെട്ടകാലത്തിൻ്റെ ഇന്ത്യയുടെ വർത്തമാനത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ വരച്ചുകാട്ടി പ്രേക്ഷകരുമായി സംവദിക്കുകയാണ് ഒരു കൂട്ടം കലാകാരന്മാർ. അവതരണ ശൈലി കൊണ്ടും നാടകത്തിൻ്റെ പ്രമേയം കൊണ്ടും ജനങ്ങളോട് പലതും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നാടകം കടന്നു പോകുന്നത്. 3 ഘട്ടങ്ങളിലായി വർഗീയതയും പൗരത്വ ഭേദഗതിയും കർഷകൻ്റെ വിലാപവും കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റവും എല്ലാം വർണ്ണചാരുതയോടെ നാടകം അവതരിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ ഇതിനെതിരെ ഇന്ത്യൻ ജനത ജനാധിപത്യത്തിൻ്റെ പടവാളുയർത്തുമെന്ന സന്ദേശമുയർത്തിയാണ് നാടകം അവസാനിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഭൂപടം എന്ന നാടകത്തിൻ്റെ രചനയും സംവിധാനവും ആവിഷ്കാരവും നിർവഹിച്ചിരിക്കുന്നത് തോമസ് കേളങ്കൂറാണ്. പാടുന്നത് നമ്മുടെ നാടകത്തിന്റെ അവതരണ ഗാനം മരിച്ച വീട്ടിലെ കരച്ചില് പോലെയോ? ഇതൊരു പ്രചരണ നാടകമല്ലേ? അതിന്റെ ഒരു പവർ വേണ്ടേ ആശാന്? എന്ത് പവർ? നമ്മുടെ പിന്നണി ഗായിക പത്മനാക്ഷി ചേച്ചി ലോട്ടസ് തിയേറ്ററിലേക്ക് കാലുമാറിയതിനു ശേഷം ഏത് പാട്ടും ശോകത്തിലായി പോകും. ഇപ്പൊ ആശാന് കാര്യം പിടികിട്ടിയോ? നമ്മൾ ഇനി എന്തൊക്കെ പാടിയാലും ഇങ്ങനെയൊക്കെ വരും. നല്ല കാലത്ത് അധികാര നാടകത്തിന്റെ ആനുകൂല്യം പറ്റിയ സകല കഞ്ഞിപ്പശ കടൽ നടന്മാരും കടൽ നടികളും ആപത്ത് കാലത്തും മറുകണ്ട ചാടിയില്ലേ? അയ്യോ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ നാടകം കൂടി പൊട്ടിയ പിന്നെ ഞാൻ സമിതി മാറും. പിന്നെ ഏത് സമിതി? അതിലേക്ക് തന്നെ. ഏതിലേക്ക്? പ്രാണപ്രതിഷ്ഠ തിയേറ്റേഴ്സിലേക്ക്. കൊച്ചിക്കാള്, അപ്പൊ ഞാൻ മനസ്സിൽ കണ്ടത് നീ മാനത്ത് കണ്ടു. തുടങ്ങി. എന്തോന്ന്? എടാ, തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള തെരുവ് നാടകം. അത് നമ്മൾ കൂടുന്നിടത്ത് ആരെങ്കിലും 4 ആള് കൂടണ്ടേ ആശാന്? എടാ, 4 ആള് കൂടാൻ നാട്ടുകാരെ അഭിസംബോധനം ചെയ്ത് വിളിച്ചു കൂട്ടണം. ശരി. മാന്യമഹാജനങ്ങളെ, മലയാളക്കര മലരുകളെ. എന്ത്? ഓ സോറി, മാന്യമഹാജനങ്ങളെ, മലയാളക്കര മലമലരുകളെ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, മൈഗുണ, ഇത് നമ്മുടെ പത്രസമ്മേളനം നടത്തുന്ന തറവാടല്ല, തെരുവാണ്. നാട്ടുകാരെടുത്തിട്ട് പെരുമാറും. ശരി ശരി, മൈ ഡിയർ ആശാനെ. ആശാനെ, ഒരു സംശയം പറഞ്ഞോളൂ. കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലായി നമ്മൾ ഇങ്ങനെ 8 നിലയിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെന്തുകൊണ്ടാണ് ആശാനെ? മണ്ടൻ കൂടാപ്പാ. ഓരോ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ നമ്മൾ പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതെന്തിന്? പുതിയ പരാജയത്തിന് അല്ലല്ല, വിജയത്തിലേക്കുള്ള കുതിപ്പിന്. കുറച്ച് കിടക്കും. ഈ തെരഞ്ഞെടുപ്പിൽ കൂടി പൊട്ടിയാൽ പിന്നെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. നിന്റെ കൈനാക്ക് വളച്ച് അങ്ങനൊന്നും പറയാതെ നാട്ടിൽ അങ്ങനല്ലേ വരുന്നുള്ളൂ. തുടങ്ങി. മാന്യമഹാജനങ്ങളെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യ സമരാഗ്നിയുമായി ഞങ്ങൾ ഇവിടെ ഒരു നാടകം അവതരിപ്പിക്കുകയാണ്. നാടകമല്ല പിന്നെ നാടകമല്ലിത്, നമ്മളിന്ത്യയിൽ കൈയിട്ടു വാരിയ മാരണഗാഥ. ഓ അങ്ങനെ. നാടകമല്ലിത്, നമ്മളിന്ത്യയിൽ കൈയിട്ടു വാരിയ മാരണഗാഥ. നാടകമല്ലിതു, ഞങ്ങളി നാടിനെ വിട്ടുതുലച്ചൊരു മാരണഗാഥ. ആശാനെ, ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ട്യൂണൊന്ന് മാറ്റിപ്പിടി. പ്രിയമുള്ളവരെ, ഈ ഇന്ത്യ രാജ്യത്ത് എന്താണ് നടക്കുന്നത്? അറിയില്ല. UP എന്താണ് നടക്കുന്നത്? അറിയില്ല. മധ്യപ്രദേശ് എന്താണ് നടക്കുന്നത്? അറിയില്ല. ബീഹാറിലും പഞ്ചാബിലും എന്താണ് നടക്കുന്നത്? അറിയില്ല. അതൊക്കെ പോട്ടെ, ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? അത് ശരിയാ. ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? ഇവിടെ നല്ലൊരു ഭരണം നടക്കുന്നു. അതായത് കേരളത്തിൽ ഇപ്പോ വലിയ തരക്കേടില്ലാത്തൊരു ഭരണം നടക്കുന്നു.
വന്നു. നിങ്ങളാരാ? ഞാനൊരു മലയാളി. ഇതാണ് എഴുത്തും വായനയും പറഞ്ഞാലുള്ള കുഴപ്പം. കാര്യങ്ങൾ മനസ്സിലാക്കി കളി. അതിരിക്കട്ടെ, നമ്മളാരാ? ഞങ്ങൾ ഉപ്പ് സത്യാഗ്രഹികൾ. അത്യാഗ്രഹം മൂത്ത് മൂത്ത് ഇപ്പോൾ ഉപ്പ് വെച്ച കലം പോലെയായി. യോ ബ്രൂട്ടസ്. ബ്രൂട്ടസിന്റെ പണിയെടുത്തത് നമ്മളല്ലേ ആശാന്. കേരളത്തിലെ ഡൽഹി സമരത്തിൽ സർവ്വ കക്ഷികളും പങ്കെടുത്തപ്പോ നമ്മൾ മാത്രം വിട്ടുവന്നു. ആഹാ, അങ്ങനെ എനിക്കിട്ട് മാത്രം താഴെ. അത് മാത്രമല്ലല്ലോ, പണമില്ലാതെ നട്ടം തിരിഞ്ഞപ്പോ മിസ്മാനേജ്മെന്റ് എന്നും ദൂർത്തെന്നും പറഞ്ഞ് ആക്ഷേപിച്ചു. പക്ഷേ സാധ്യമായ സകല വേദികളിലും കേന്ദ്രത്തിന്റെ സാമ്പത്തിക പ്രതിരോധത്തിനെതിരെ കേരളം ശക്തമായ നിലപാടെടുത്തു. നേരെ തന്നെ സഹോദര, പരമാവധി പാരവെച്ചു. എന്ത് ചെയ്യാ, ശീലിച്ചു പോയി. കോംപ്രമൈസ്. ആട്ടെ, ഇവിടെ എന്താ പരിപാടി? ഞങ്ങൾ ഇവിടെ ഒരു നാടകം കളിക്കാൻ പോകുന്നു. ഓഹോ, നാടകക്കാരാണല്ലേ? ഞാനും ഒരു നാടകക്കാരനാണ്. ഇത് അമ്മാതിരി നാടകമല്ല. സംസ്ഥാന ഭരണത്തിന്റെ നെറുകേടുകളെ കിരീടാവരപ്പിക്കുന്ന ഒരു സമരാജ്ഞി, ഒരു കൊടുങ്കാറ്റ്. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ, നിലവിലുള്ള ഭരണത്തിൽ ഇപ്പോ എന്താ ഒരു നെറുകേട്? ഞങ്ങളുടെ പട്ടിണിയില. അതെന്താ? റേഷനൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ. റേഷൻ അരിയൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. റേഷൻ കടകൾ മെച്ചപ്പെട്ടിട്ടുമുണ്ട്. ഈ കാണുന്ന റോഡുകളൊക്കെ മെച്ചപ്പെട്ടിട്ടില്ലേ? റോഡുകളൊക്കെ അടിപൊളി. പക്ഷെ കറണ്ടിന്റെ കാര്യം, വൈദ്യുതി വിതരണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന സർക്കാരുകളിൽ വെച്ച് ഏറ്റവും മികച്ച നിലവാരം പുലർത്തിയത് ഈ സർക്കാരാണ്. എന്താ തർക്കമുണ്ടോ? അത് നേരെ. പഴയതുപോലെ പവർക്കത്തില്ല, വോൾട്ടേജ് കുറവുമില്ല. പലതും വാരി വായിലിടുമ്പോൾ പണ്ടത്തെ പോലെ കറണ്ട് പോവാറുമില്ല. ആശാനെ, ഓ സോറി, നമ്മുടെ റോഡുകളുടെ കാര്യമാണ് കഷ്ടം. കൊള്ളരുതാഴിക പറയരുത് ആശാനെ. നമ്മുടെ ഭരണകാലത്തല്ലേ ആശാന്റെ അച്ഛൻ സൈക്കിളിൽ വരുമ്പോ റോഡിലെ ഗട്ടറിൽ വീട് കാറ്റുപോയത്. സോറി ആശാൻ. ഇന്നത്തെ പോലെ റോഡുകളും നല്ല ആശുപത്രികളും ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആശാന്റെ അച്ഛന്റെ കാറ്റ് പോകില്ലായിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വകാര്യ വിദ്യാലയങ്ങൾ നാടിച്ചു പോകും. പിന്നെന്താ കുഴപ്പം? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. പിന്നെ ഇവിടുത്തെ ഭരണത്തിന് എന്താ കുഴപ്പം? പക്ഷെ പെൻഷൻ, പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ. ഈ ആശാനൊരു പൊട്ടം തന്നെ. കേരളത്തിന് അർഹതപ്പെട്ടത് കേന്ദ്രം പിടിച്ചു വെച്ചത് കൊണ്ടല്ലേ പെൻഷൻ കൊടുക്കാൻ അല്പം വൈകിയത്. പെൻഷനൊക്കെ ഇപ്പൊ കൊടുത്തു തുടങ്ങി. അതെങ്ങനെ? ഞാൻ പറഞ്ഞു തരാം. കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി തുറന്നു കാണിച്ച് കേരള സർക്കാർ നടത്തിയ നിയമ പോരാട്ടം വിജയിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം കേന്ദ്രത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തു. എടാ എടാ, അപ്പൊ നമ്മളും മറ്റേ കൂട്ടരും സകല മാധ്യമങ്ങളും നടത്തിയ കുപ്പകരണമൊക്കെ പരാജയപ്പെട്ടു എന്ന് സാരം. കേരളത്തിന് മുമ്പിൽ കേന്ദ്രം തോറ്റു തൊപ്പിയിട്ടു ആശാനെ. എടാ, നമ്മളെ നാടകം നടക്കും തോന്നുന്നില്ലടാ. എന്താ ആശാനെ? നമ്മുടെ പ്രധാന നടന്മാരായ സി സുധാകരനും കൂട്ടരുമൊക്കെ പത്മജ ടൈലേഴ്സിന്റെ മുമ്പിലുണ്ട് പോലും. എന്തിന്? കാവി ട്രൗസർ അടിക്കാൻ. ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി. കപട രാഷ്ട്രീയക്കാരും കപട മാധ്യമങ്ങളും സൃഷ്ടിക്കുന്ന ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ ഞങ്ങളും നിങ്ങളുടെ മുന്നിൽ ഒരു നാടകം കളിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ഗർവിനും ജനാധിപത്യ ധ്വംസനത്തിനുമെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇനി നടക്കാനിരിക്കുന്നത്. എന്താ, നാടകക്കാരെല്ലാം റെഡിയല്ലേ? CV, പിന്നണി സ്വാമി, റെക്കോർഡിംഗ് ഇക്ബാൽ കണ്ണൂർ, വേവ് സ്റ്റുഡിയോ കണ്ണൂർ പുതിയതെരു, മ്യൂസിക് ഡിസൈൻ സഹസംവിധാനം സത്യൻ കാനായി, രചന സംവിധാനം തോമസ് കേളങ്കൂർ, അവതരണം തിയേറ്റർ റെഡ് പയ്യന്നൂർ. സ്വന്തം ഭാര്യയുടെ ശവശരീരം കിലോമീറ്ററുകളോളം ചുമക്കേണ്ടി വരുന്ന നിസ്സഹായരായ ദിനാമാജിമാരുടെ ദയനീയ ചിത്രങ്ങൾ മനുഷ്യ മനസാക്ഷിയെ പൊള്ളലേൽപ്പിക്കുമ്പോൾ കൊടിയ ദാരിദ്ര്യത്തിന്റെയും മതാന്ധതയുടെയും ജനാധിപത്യ ധ്വംസനത്തിന്റെയും അടിവേരറുത്തു മാറ്റാൻ ഇന്ത്യയെ സുരക്ഷിതമാക്കുവാൻ പയ്യന്നൂർ തിയേറ്ററിൽ സമത്വ സ്വപ്നങ്ങളുടെ ചുവടുകളാണ് ഞങ്ങൾ ആരംഭിക്കുന്നു. ഇത് ഇന്ത്യയുടെ ഭൂപടം.
കുറച്ചുപേരും കൂടി വരട്ടെ. ഇനി ആരും വരാനൊന്നും പോകുന്നില്ല. നേരത്തെ ബാപ്പ പറഞ്ഞത് ബാങ്ക് വിളി കഴിയട്ടെ, പിന്നെ പറഞ്ഞു ക്രിസ്ത്യൻ പള്ളിയിലെ കുർബാന കഴിയട്ടെ. അത് പിന്നെ അങ്ങനല്ലേ പോലെ. നമ്മൾ ഇന്ത്യക്കാരിൽ സർവ്വമതക്കാരും പരസ്പരം സഹകരിച്ച് ജീവിക്കുന്നവരല്ലേ. ശരി, സമ്മതിച്ചു. ഇതിപ്പോ ബാങ്ക് വിളിയും കഴിഞ്ഞു, ക്രിസ്ത്യൻ പള്ളിയിലെ കുർബാനയും കഴിഞ്ഞു. ഇനി തുടങ്ങാം. അത് ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നാണല്ലോ, അതും ഈ നേരത്ത്. ഓ, ബാപ്പാന്റെ ഒരു കാര്യം. ബാപ്പ രണ്ടാമത് കുർബാന ഉണ്ടാവും, അതിന്റെ അറിയിപ്പാ. അങ്ങനെ ഒരു പതിവില്ലല്ലോ. പിന്നെ ബാപ്പയല്ലേ പള്ളിയിലെ പാതിരിയച്ഛൻ. എന്നാലും എനിക്കെന്തോ അതൊരു അപകടമണി പോലെ തോന്നി. അല്ല, ബാപ്പയല്ലേ 5 മിനിറ്റ് മുമ്പ് പറഞ്ഞത് സർവമതസ്ഥരും ഏകോദര സഹോദരങ്ങളെ പോലെ കണ്ടിനെ പേടി. അതല്ല, എന്നാലും ഒരെന്നാലും ഇല്ല. ബാപ്പ തുടങ്ങിയട്ടെ. എവിടെ ഒളിച്ചാലും കണ്ടുപിടിക്കണം. കണ്ടുകിട്ടിയ കൊന്നു കളയണം. अवश्य मौत मिलना चाहिए. കൊല്ലണം. ऐसे लड़की को मार देना चाहिए. अब मेरे साथ आओ. अब मेरे साथ आओ. Come on. ഈ നാടിന് എന്ത് പറ്റി? എന്തൊക്കെയാണ് ചുറ്റും കാണുന്നതും കേൾക്കുന്നതും? വല്ലോടത്തും മഴ പെയ്യുന്നതിന് നമ്മൾ എന്തിനാ ബാപ്പ കുട പിടിക്കുന്നത്? നമുക്ക് ബാക്കി പാടാം. എനിക്കറിയില്ല. ഈ വീട്ടിനകത്ത് നിന്നും പാട്ട് കേട്ടോണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടിക്കയറിയത്. സംഗീതം ഉള്ളിടത്ത് മനസ്സാക്ഷിയുള്ള ആരെങ്കിലും കാണുമെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. കുട്ടി ഇൻഫാൽ താഴ്വരയിലല്ലേ ആ ക്രിസ്ത്യൻ പള്ളിയിൽ കീബോർഡ് വായിക്കുന്ന ഡബരിക് മാർക്സിന്റെ മകളാണ് ആൻമരിയ. ഒരിക്കൽ കുട്ടി ഇവിടെ പാടാൻ വന്നിരുന്നില്ലേ? വന്നിരുന്നു പാപ്പ. അല്ല, അവരെന്തിനാ നിന്നെ കൊല്ലാൻ വരുന്നത്? എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലോ. പക്ഷെ ഒന്നറിയാം, ക്രിസ്ത്യാനികളായതുകൊണ്ട് മാത്രമാണ് അവർ ഞങ്ങളെ വേട്ടയാടുന്നത്. 100 കണക്കിന് ആളുകളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ കിടപ്പാടുകൾ ഓരോന്നായി വർദ്ധിക്കുകയാക്കി. ഭോജരാജാവായ തമ്പുരാനെ, ഇവർക്കൊക്കെ എന്താ പറ്റിയത്? എനിക്കറിയില്ല. ഒന്ന് മാത്രം അറിയാം, മതേതര ഇന്ത്യയുടെ ശവപ്പെട്ടിക്കവർ അവസാനം താണി അടിച്ചുകൊണ്ടിരിക്കുന്നു. വാതിൽ തുറക്കാനല്ലേ പറഞ്ഞത്? ഇല്ലെങ്കിൽ ഈ വാതിൽ ഞങ്ങൾ ചവിട്ടി പൊളിക്കും. വേണ്ട, ചവിട്ടി പൊളിക്കണ്ട, ഞാൻ തുറന്നു തരാം. ആരാ നിങ്ങൾക്ക്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ രാജ്യം. ഇത് നമ്മുടെ രാജ്യമാണല്ലോ. ഞാൻ ഇന്ത്യക്കാരനാണ്, ഞങ്ങളും ഇന്ത്യക്കാരാണ്. ഇത് നമ്മുടെ ഏവരുടെയും രാജ്യമാണ്. നമ്മുടെ രാജ്യമോ? എന്താ നിങ്ങളുടെ പേര്? ഉസ്താദ് ഷരീഫൻ, ഗസൽ ഗായകനാണ്. ഇനി നിന്റെ പേര് പറയാൻ പ്രത്യേകിച്ച് പറയണോ? റിയാസ്. മുഖം മറിച്ചിരിക്കാൻ നിനക്കെന്താണ് ഇത്ര നാണം? എന്താണ് നിന്റെ പേര്? മകളാ. മകൾക്ക് എന്താണ് പേരില്ലേ? പേര് പറയണേ. ഉസ്താദ് ഷരീഫ് അലിയും റിയാസ് ഖാനും ആൻമരിയയും ഭാരതീയരാണത്രേ. ഇത് എന്താ സംശയം? ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഹിന്ദുവും മുസൽമാനും പാർസിയും ക്രിസ്ത്യാനിയും ഒക്കെ ഒരുമിച്ച് കഴിയുന്ന രാജ്യം ഇന്ത്യ. ആട്ടിലെറിയും.
ഉസ്താദ് ഷെരീഫലിയുടെ ഗസല് കച്ചേരി അതോടെ തീരും. സംഘ, എന്റെ ഒക്കെ ഒരാട്ടവും പാട്ടും. അദ്ദേഹം പറഞ്ഞ സത്യമല്ലേ? ഞങ്ങൾ ഇന്ത്യക്കാരാ, ഈ രാജ്യത്തുള്ളവർ. മിണ്ടിപ്പോകരുത്. ഇവിടെ നിന്നോ കയറി വന്ന മതത്തിൽ വിശ്വസിക്കുന്നവരല്ലേ നിങ്ങൾ? നിങ്ങൾ എങ്ങനെയാണ് ഈ ഭാരതീയരാകുന്നത്? ഞങ്ങളാണ് ഭാരതീയർ, ആർഷ ഭാരതീയർ. ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ ഇന്ത്യ. ഏതു ഭരണഘടനയിലാണ് അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്? എന്റെ ബാപ്പയും ഞാനും ഒക്കെ ജനിച്ചു വളർന്നത് ഈ മണ്ണില. ഇപ്പറഞ്ഞ ഭരണഘടനയിൽ ചില ഭേദഗതികളൊക്കെ വരുത്തുന്നത് കക്ഷി അറിയുന്നേയില്ല. എന്ത് ഭേദഗതി? പൗരത്വ ഭേദഗതി. പൗരത്വ ഭേദഗതി നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന്മേൽ പടുത്തുയർത്തതാണ് നമ്മുടെ രാജ്യം ഇന്ത്യ എന്നാര് പറഞ്ഞു? അത് ഓരോ ഇന്ത്യക്കാരനും ബോധ്യമുള്ള കാര്യമല്ലേ സഹോദര? അത് തന്നെയല്ലേ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശില. മതേതരത്വം ജീവശ്വാസമാക്കിയിട്ടുള്ള ഒരു മഹാരാജ്യമാണ് ഇന്ത്യ. ഇവിടെ ചില വിഭാഗങ്ങൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുന്ന ഈ ഭേദഗതി കാടത്തമാണ്, നീതി നിഷേധമാണ്. ഇങ്ങനെ ഒരു ഭേദഗതി വരുമ്പോ ഞങ്ങളെയൊക്കെ രണ്ടാംകില പൗരന്മാരായി മാറ്റി നിർത്തില്ലേ പോലെ? ഓരോ ഭാരതീയനും തുല്യത ഉറപ്പാക്കുന്ന മഹത്തായ ഭരണഘടനയുടെ ലംഘനമാവില്ലേ പോലെ അത്? മിണ്ടിപ്പോകുന്നു. നിന്റെയൊക്കെ ഒരു ഭരണഘടനയും ആർട്ടിക്കിളും. നായികക്ക് 40 വട്ടം നീയൊക്കെ തെരുവുകൾ തോറും പാടി നടക്കുന്ന മതേതരത്വത്തിന്റെ ഈ പാട്ടുണ്ടല്ലോ, അതിൽ നിർത്തിക്കോണം. എന്തിന്? ഇത് ഞങ്ങളുടെ ഉപജീവന മാർഗം മാത്രമല്ല, അനുദിനം ഞങ്ങൾ അനുവർത്തിക്കുന്ന ഒരു ഉത്ബോധനം കൂടിയാണ്. ഞങ്ങൾ ഇനിയും പാടും. നീയൊക്കെ പാടുമല്ലേ? പാടും. നീയൊക്കെ വലിച്ചു കീറി ഇവിടെ കൊല്ലപ്പെട്ടാൽ നിന്റെയൊക്കെ മരണമണി മുഴക്കാൻ ഒരൊറ്റ കത്തോലിക്ക പള്ളി പോലും മണിപ്പൂരിന്റെ തെരുവീതികളിലില്ല. നിനക്കൊക്കെ പാടണം അല്ലേ? നിങ്ങൾ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്? ഭ്രാന്തല്ല, രാജ്യസ്നേഹം. ഇതാണോ രാജ്യസ്നേഹം? എല്ലാ മതങ്ങളെയും ഇരു കൈകളും കൂട്ടി സ്വീകരിച്ച രാജ്യമാണ് ഇന്ത്യ. അതാണ് നമ്മുടെ രാജ്യസ്നേഹം. ഇതല്ല മഹാത്മാഗാന്ധി നമുക്ക് പറഞ്ഞു തന്നത്. ഇതല്ല സ്വാമി വിവേകാനന്ദൻ നമുക്ക് പറഞ്ഞു തന്നത്. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുവാനായിരുന്നു. അവരുടെ കയ്യിൽ വടിവാളുകൾ ഉണ്ടായിരുന്നില്ല. മനുഷ്യ സ്നേഹത്തിന്റെ വാക്താക്കളായ എത്രയോ സന്യാസിവര്യന്മാർക്ക് ജന്മം നൽകിയ രാജ്യമാണ് ഇന്ത്യ. അവരും ഹിന്ദുക്കളായിരുന്നു, മനുഷ്യ സ്നേഹികളായ ഹിന്ദുക്കൾ. മനുഷ്യസ്നേഹം അങ്ങോട്ട് മാറി ഒരു പെൺകുട്ടി ഇതുവഴി വന്നത് കണ്ടോ? ഏത് പെൺകുട്ടി? എന്റെ മോളാ. ഇന്ന് സന്ധ്യാപ്രാർത്ഥനക്ക് പള്ളിയിലേക്ക് പോയത്, ഇതുവരെ തിരിച്ചു വന്നില്ല. ഉയ്യോ, അത് വലിയ കഷ്ടമായല്ലോ. ഇപ്പം രാത്രി 10 മണി കഴിഞ്ഞില്ലേ? ആട്ടെ, എന്ത് പ്രായം വരും? ചെറുപ്പക്കാരിയാ. ഓ, ചെറുപ്പക്കാരിയാണല്ലേ. എന്ന് വെച്ചാൽ മഗ്ദലയിലെ മേരിയെ പോലെ സുന്ദരി. എന്താ ഇത്ര കാലം ചിരിക്കാൻ? അതെ, ഇങ്ങനൊരു മോളെ കാണാനില്ലത്രേ. നേരം നിങ്ങൾ ആ കത്തോലിക്ക പള്ളിയിൽ കീബോർഡ് വായിക്കുന്ന ഡൊമിനിക് മാർസ് അല്ലേ? അതെ. ഓ, രക്ഷപ്പെട്ടു. കാറൽ മാർസ് ഒന്നല്ലോ. ഏതാണ്ടതൊക്കെ തന്നെയാ. അതായത് മതേതര ഇന്ത്യക്ക് വേണ്ടി മാറ്റപ്പണിയെടുക്കുന്നവർ. സഹോദര, പരിഹസിക്കുന്നത് പിന്നെയാവോ? നിങ്ങളിൽ ആരെങ്കിലും എന്റെ മോളെ കണ്ടോ? ഇനി എന്റെ കുടുംബത്തിൽ കൊല്ലപ്പെടാതെ അവശേഷിക്കുന്നത് എന്റെ മോള് മാത്രമാണ്. അതിനിപ്പം ഞങ്ങൾ നിൽക്കിട്ട് എന്ത് കാര്യം?
നല്ല പ്രായത്തിൽ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ പെൺപിള്ളേർ ഏതെങ്കിലും യേശു കർത്താവിന്റെ കൂട്ടത്തിലോട്ട് അങ്ങ് പോകും. അവനെ വിടാൻ ദേ കണ്ടോ, ഈ കാണുന്ന മുൾപ്പടത്തിനപ്പുറത്ത് ഒരു ചെറുപ്പക്കാരി പെണ്ണ് തൊടിയില്ലാതെ ചത്ത് കിടപ്പുണ്ട്. അവരുടെ കഴുത്തിൽ നിൽക്കിയതാണ് ഈ കൊന്ത. പക്ഷേ അത് നിന്റെ മോളാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും അവളൊരു മണിപ്പൂരി പെൺകുട്ടിയാ. വെറും പെൺകുട്ടിയല്ല, ക്രിസ്ത്യൻ പെൺകുട്ടി. ഇത് ഞങ്ങളുടെ രാജ്യമാണ്. ഇത് ഞങ്ങളുടെ രാജ്യമാണ്. ഇവിടെ നീതിയും അനീതിയും ധർമാധർമ്മങ്ങളും തീർപ്പേൽപ്പിക്കുന്നത് ഞങ്ങളാണ്. ഒരൊറ്റ മതരാജ്യത്തിലേക്കുള്ള കുതിപ്പിലാണ് ഞങ്ങൾ. മറ്റെല്ലാ വംശക്കാരെയും ഗോത്രങ്ങളെയും ഞങ്ങൾ മാന്തിക്കീറും. കോമ്പല്ലുകൾ അട്ടിക്കടിച്ചു കുടയും. ഭരണകൂടം താളകൂടവിഷം ചുരത്തുമ്പോ മരണഗന്ധം കാട്ടിലമറുമധർമ്മമാകുമ്പോ ഈ മുറിയിലെ കുറിച്ചു നോക്കി വരുന്നു കേദാരം. ജാതി ചിഹ്ന കുറിച്ചു മണ്ണിൽ കൊടിയ പാതാളം. എന്ത്? ഉണ്ണിക്കാതർ സിംഹവും കല്യാണി സിംഹവും ഒരു കൂട്ടിലോ? നോ നോ നോ. രാഷ്ട്രഭാരതത്തിന് അപമാനമാണത്. ഒരു കൂട്ടിലാണ് കഴിയുന്നതെങ്കിൽ തീർച്ചയായും സിംഹങ്ങൾ രണ്ടുപേരും ഹിന്ദുക്കളായിരിക്കണം. നോ 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 കോംപ്രമൈസ്. ഇത് രാജ്യം ഭാരതമാണ്, നോട്ട് ഇന്ത്യ. അണ്ടർസ്റ്റാൻഡ്? മിസ്റ്റർ ബാസി, താങ്കൾ കാര്യമല്ലോ. നമ്മുടെ തിഫാരി പാർക്കിൽ നമ്മുടെ കല്യാണി സിംഹത്തെയും കുഞ്ഞിക്കാതർ സിംഹത്തെയും ഒരു കൂട്ടിലിട്ട് പോലും താങ്കൾ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞു സർ. ഇതങ്ങനെ വെറുതെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. ഇത് രാജ്യത്തുള്ള സകല ഹിന്ദുക്കളുടെ നേരെയുള്ള കടന്നാക്രമണമാണ്. കോടതി മുമ്പാകെ അതിനെതിരെ അപ്പീൽ കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ മൃഗങ്ങളല്ലേ സർ? അവറ്റകൾക്കുള്ള വല്ല ജാതിയും മതവും. ആര് പറഞ്ഞു? ആര് പറഞ്ഞില്ലെന്ന്? ആനക്കും മണ്ണാക്കൊട്ടനും വരെ ജാതിയും മതവും ഉണ്ട്. ഇല്ലെങ്കിലും ഉണ്ടാക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഇനി അങ്ങോട്ട് തിഫാരി പാർക്കിലെത്തുന്ന ഓരോ മൃഗങ്ങളെയും വളരെ വിശദമായി പരിശോധിക്കണം. പരിശോധിക്കാറുണ്ട് സർ. ആരോഗ്യസ്ഥിതിയല്ല, പിന്നെ സുന്നത്ത് കർമ്മം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതിപ്പോ ഏതിപ്പോ പറയുന്നതനുസരിച്ചാൽ മതി. എന്നാലും വേറൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? ജീവി ആണാണെങ്കിലല്ലേ സുന്നത്ത് കർമ്മം പരിശോധിക്കാൻ പറ്റൂ. ഇതിപ്പോ പെണ്ണാണെങ്കിലും. അതൊക്കെ പോട്ടെ. നമ്മുടെ ഇറച്ചി കമ്പനിയുടെ കണക്കൊക്കെ പരിശോധിച്ചോ? പരിശോധിച്ചു സർ. ഇറച്ചി കയറ്റുമതിയിൽ നമ്മൾ ആർഷഭാരതീയരാണ് മുന്നിൽ. ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ലക്ഷക്കണക്കിന് മെട്രിക് ടൺ ബീഫാണ് നമ്മുടെ ആർഷഭാരതത്തിൽ നിന്നും കയറ്റുമതി ചെയ്തത്. പോരാ, ഇനിയും അത് പല പല മെട്രിക് ടണ്ണായി എന്ന് വർദ്ധിക്കണം. സർ, ഒരു സംശയം. ഈ പശു നമ്മുടെ അമ്മയല്ലേ? എടാ പൊട്ട, നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. പശു നമ്മുടെ അമ്മയാണ്, കാരണം നമ്മുടെ അച്ഛനാണ്, ചാണകം ന്യൂട്രീനാണ്. പക്ഷേ ഇറച്ചി കയറ്റുമതി അതിന്റെ മുറ തെറ്റാതെ നടന്നുകൊണ്ടേയിരിക്കണം. അത് നേരാ സാറേ. ഇദ്ദേഹത്തിന്റെ ഭരണകാലമാണ് ബീഫ് കയറ്റുമതിക്കാരുടെ വസന്തകാലം. വല്ലാത്തൊരു മറിമായം തന്നെ. എടാ മരപ്പൊട്ട. സർ. എന്റെ പേരെന്താ? കൃഷ്ണ ശർമ്മ, രാഷ്ട്ര ഭാരതീയൻ. പണിയെന്താ? ബീഫ് കയറ്റുമതി.
പക്ഷേ എന്റെ പേരിൽ ഒറ്റ മാംസ കയറ്റുമതി കമ്പനി ഉണ്ടോ? എവിടെ? സാറിന്റെ പേരിൽ ഒരൊറ്റ മാംസ കയറ്റുമതി കമ്പനി പോലും ഇല്ല. യെസ്, ഒക്കെ മറ്റു മതസ്ഥരുടെ പേരില്ല. പക്ഷേ ഷെയർ ഹോൾഡേഴ്സിൽ 60% പേരും അശഭാരതീയരാണ്. ഹോ, വല്ലാത്തൊരു ബുദ്ധി തന്നെ സാറേ. പശു ഒരേ സമയത്ത് അമ്മയാണ്, അറുത്ത് കയറ്റി അയക്കാനുള്ള ഇറച്ചിയുമാണ്, വാരിക്കൂട്ടാനുള്ള ലാഭവുമാണ്. അയ്യോ, വേണ്ട സാറേ, വേണ്ട സാറേ, വേണ്ട, വേണ്ട. ശിക്ഷിക്കണം സാറേ. അവരുടെ ദേഹത്തേക്ക് തിളയ്ക്കുന്ന താറൊഴിച്ചു. അവരുടെ കൊച്ചുപോലെ ചുറ്റുകൊള്ളുന്ന റോഡിലിട്ട് വളഞ്ഞിട്ട് തള്ളുകയാണ് സാറേ. ഇവിടെ കൊല്ലണം സാറേ, വെട്ടി അറിയണം. എന്തിന്? അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാനും എന്റെ കുടുംബവും ചെയ്തത്? മിണ്ടിപ്പോകരുത് സാറേ. ഇവളും ഇവരുടെ കുടുംബവും പശുവിന്റെ ഇറച്ചി കീറി മുറിച്ച് പാചകം ചെയ്ത് മൂക്കുമുട്ട തിന്നു. അത് മാത്രമല്ല സാറേ, ക്ഷേത്ര പൂജാരിയുടെ പുറന്തോക്കിലെ പറമ്പിലെ പൈപ്പിൽ നിന്നും ഇവരുടെ കൂട്ടത്തിലെ തെണ്ടിപ്പിള്ളാര് വെള്ളം കുടിച്ച് അശുദ്ധാക്കി. എന്നിട്ടൊക്കെ കിടന്ന് പോകണ്ട. നിർത്ത്. നിങ്ങൾ ആ കോളനിയിലല്ലേ? അതെ. സഹോദരി, ഇത് ഭാരതമാണ്, ആർഷഭാരതം. ഋഷി പാരമ്പര്യമുള്ള പവിത്രമായ ഈ മണ്ണ് ദരിദ്രരായ നിങ്ങൾക്ക് അശുദ്ധമാക്കാനുള്ളതല്ല. പശു മാതാവിന് തുല്യമാണെന്ന് നാഴികക്ക് 40 വട്ടം ഞങ്ങൾ പറയുന്നതല്ലേ? ചത്ത പശുവിന്റെ തോല് കൊണ്ട് ചെരുപ്പുണ്ടാക്കി വിറ്റ് ജീവിക്കുന്ന പാവങ്ങളാ സാറേ ഞങ്ങള്. ചത്ത പശുക്കളുടെ ഇറച്ചി പാകം ചെയ്ത് കഴിക്കുന്നത് വിശന്നിട്ടാണ് സാറേ, വിശന്നിട്ടാ. ഇങ്ങനെ ഒരു പട്ടിണി പരിപാവനമായ ഭാരതത്തിന്റെ മണ്ണിൽ ഗോമാതാവിന്റെ മാംസം വേവിച്ച് തിന്നതും പോരാ, പിന്നീട് ന്യായീകരണവും ശവന്തിനികളും. വേണ്ട, ഗോമാംസം കഴിച്ച അഖ്ലാഖ് അഹമ്മദിന്റെ ദുർവിധിയിൽ നിന്ന് പോലും പാഠം ഉൾക്കൊള്ളാത്ത ഈ ദളിതയെ നമുക്ക് വെറുതെ വിടാം. നന്ദിയുണ്ട് സാറേ. സാറിന് 100 പുണ്യം കിട്ടും, 100 പുണ്യം. പക്ഷേ ഈ കിഴട്ട് തള്ളയുടെ കൺമുന്നിലിട്ട് അവിടെ ചുട്ടുകൊള്ളുന്ന റോഡിൽ കിടക്കുന്ന ഇവളുടെ കൊച്ചുമകനെ തിളക്കുന്ന താഴ്ച കൊന്നുകളയുക. ചോര പടരുന്നു, ശവഗന്ധമുയരുന്നു, ഇന്ത്യയിലുടുന്നു, ഇടനെഞ്ചു തകരുന്നു. നെഞ്ചേറ്റിവന്നൊരു പൈതൃകം പിളരുന്ന വീഥികളിൽ ചിറകറ്റു വീണു പിടഞ്ഞു മണ്ണിലനാഥ ജന്മങ്ങൾ. കൂടിയ പുകകളിൽ മതമൂർച്ഛം കിട്ടുന്നു. മഹനീയ ഭാരതഭൂമിയിൽ ചോര പടരുന്നു, ശവഗന്ധമുയരുന്നു, ഇന്ത്യയിലുടുന്നു, ഇടനെഞ്ചു തകരുന്നു. സ്നേഹധനരായ നാട്ടുകാരെ, കർഷക തൊഴിലാളികളെ, അതിർത്തിയിലെ കർഷക സമരത്തിനിടെ രക്തസാക്ഷിത്വം വരിച്ച കർഷക യുവാവ് എസ്.കെ. സിംഗിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത്. അന്നമൂട്ടുന്ന കർഷകന്റെ അന്നനാളത്തിലേക്ക് വെടിയുതിർക്കുന്ന അധികാരഭ്രാന്തിനിരയാകേണ്ടി വന്ന ധീരനായ ഈ ഇന്ത്യൻ കർഷക യുവാവിന്റെ വിലാപയാത്രയിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്നേഹധനരായ നാട്ടുകാരെ,
ചന്തയിലേക്ക് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ വിൽക്കാതെ തിരിച്ചു കൊണ്ടുവരുന്നത്? നമ്മൾ ഉണ്ടാക്കുന്നതിനും വല്ലതിനും വില കിട്ടല്ലേ? ഒരു സൊസൈറ്റിക്കാരനും സാധനം ഒട്ട് എടുക്കുന്നുമില്ല. നമ്മൾ ഈ മഴയും വെയിലും ഒക്കെ കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന കാർഷിക വിളകൾക്ക് പകുതി വിലയ്ക്ക് കിട്ടേണ്ടേ? ഇത്രയും നാള് സൊസൈറ്റിക്കാരൊക്കെ എടുത്തതാണല്ലോ. അന്നൊക്കെ നമ്മളാണല്ലോ വില തീരുമാനിച്ചത്. ഒക്കെ താറുമാറായിടും. നമ്മുടെ സൊസൈറ്റിയും ചന്തയും ഒക്കെ ഇനി അങ്ങോട്ടില്ല പോലും. എന്ത് വെച്ചാ? അത് തന്നെ, കാർഷിക വിളകളൊക്കെ നേരിട്ട് വാങ്ങാൻ അദാനിയെയും അംബാനിയെയും പോലുള്ള കുത്തക മുതലാളിമാരെ ഏൽപ്പിച്ചു പോലും. ആര്? വേറെ ആരാടി? ഇന്ത്യയുടെ ഭരണാധികാരികൾ. മടുത്തടി. ഇനി ഇങ്ങനെ മണ്ണിലിറങ്ങി അധ്വാനിക്കാൻ എനിക്കാവില്ല. കുത്തകക്കാർക്ക് ലാഭം കുന്നുകൂട്ടി ലാഭം കൈയടക്കി വെക്കാൻ വേണ്ടി നമ്മളെന്തിന് കാറ്റിലും മഴയിലും നനയണം? നമ്മളെന്തിന് ചുട്ടുപൊള്ളുന്ന വേരത്ത് വേർപ്പൊഴയ്ക്ക് പണിയെടുക്കണം? ഇടേ, നീ ആ തീപ്പെട്ടി കിടക്ക്. എന്തിന്? പുകവലി തുടങ്ങിയോ? പുകവലിക്കാനല്ല, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ കാർഷിക വിളകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാൻ. നിങ്ങളെന്താ ഭ്രാന്താടി പറയുന്നത്? ഭ്രാന്തല്ല, നേര്. എന്റെ കൂട്ടുകാരനായ ഗൗതം സിംഗ് അല്പം മുമ്പ് അവന്റെ ഗോതമ്പ് പാടത്തിന് തീയിട്ടു. ഞാനും അത് തന്നെ ആവർത്തിക്കും. നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ ഇനി തരിശായി കിടക്കട്ടെ, വരണ്ടുണങ്ങട്ടെ, വില്ലക്കേറട്ടെ. മിസ്റ്റർ രഘുറാം സിംഗ്? അതെ, ഞാൻ ബാങ്കിൽ നിന്ന്. അറിയാം, ജപ്തി നോട്ടീസ് കിട്ടിയിരുന്നു. അതിനു മുമ്പ് ഒരുപാട് അവധികളും തന്നിരുന്നു ഇല്ലേ? തന്നിരുന്നില്ലേ? തന്നിരുന്നു, പക്ഷെ പണം അടക്കാൻ കഴിഞ്ഞില്ല. ഇനി അതൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. കയ്യിൽ കിട്ടാവുന്നതൊക്കെ എടുത്ത് നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. സാറേ, ഇവിടെ നിന്ന് ഇറക്കി വിട്ട കല്യാണപ്രായമായ മോളെയും കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ട് പോകും. കുറച്ച് ദിവസത്തെ അവധി കൂടി തരണം സാറേ. നോ, ഇനി ഒരു അവധി തരാൻ ബാങ്കിന് സാധ്യമല്ല. നാളെ ഞങ്ങൾ ഇവിടെ വരുമ്പോ ഈ വീട് ഒഴിഞ്ഞിരിക്കണം. കുറച്ച് ദിവസം കൂടി ഞാൻ സാറിന്റെ കാല് പിടിക്കാം. കുറച്ച് ദിവസം കൂടി. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നീ എവിടെ നിർത്തിട്ട് പണം കൊടുക്കും? വില കിട്ടാത്ത ഇടവ് കൊടുത്തിട്ടോ, അതോ നിങ്ങൾ വെച്ചിട്ടോ? അതുമല്ലെങ്കിൽ കെട്ടിക്കാളായ നമ്മുടെ മോളെ വെച്ചിട്ടോ? തീരുമാനമൊന്നും ആയില്ല അല്ലേ? വേണ്ട വേണ്ട, ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട. നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നത് വരെ എന്റെ മകന്റെ വിവാഹം വീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. പറഞ്ഞുറപ്പിച്ച പൊന്നും പണവും തന്ന് എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തിയില്ലെങ്കിൽ എന്റെ മകനെ ഞാൻ വേറെ പെണ്ണിനെ നോക്കും. അങ്ങനെ പറയരുത്, ഞാൻ നിസ്സഹായനാണ്. ഈ വിവാഹം നടന്നില്ലെങ്കിൽ എന്റെ മകൾ. അത് നിങ്ങളുടെ കാര്യം. എടോ, കാർഷിക രംഗത്ത് മുൻകാലങ്ങളിൽ കോർപ്പറേറ്റുകൾക്ക് ഏർപ്പെടുത്തിയ സകല പരിധികളും നിയന്ത്രണങ്ങളും ഈ കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞു. അതുകൊണ്ടാണല്ലോ എന്നെ പോലെയുള്ള സാധാരണ കർഷകർ ഞങ്ങളുടെ കാർഷിക വിളകൾ കൂട്ടിയിട്ട് ഇങ്ങനെ കത്തിക്കേണ്ടി വരുന്നത്. എടോ, തെരഞ്ഞെടുപ്പ് കാലത്ത് കുത്തക മുതലാളിയായ അദാനിയുടെ വിമാനത്തിൽ പറന്ന് നടന്നയാളാണ് നമ്മുടെ പ്രധാനമന്ത്രി. അപ്പോ പിന്നെ കാർഷിക രംഗവും അദാനിമാരും അംബാനിമാരും കൈയടക്കും. അപ്പോ ഞങ്ങളെ പോലുള്ള സാധാരണ കർഷകരുടെ കണ്ണീരിലൊന്നും കേന്ദ്ര സർക്കാരിന് വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലേ? പേടി തോന്നുന്നു. അന്നമൊട്ടുന്ന കർഷകരോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന നിസ്സംഗത കാണുമ്പോൾ പേടി തോന്നുന്നു. വിളകൾക്ക് വില കിട്ടുന്നില്ല, ബാങ്കുകളിലെ കടം വീട്ടാൻ പറ്റുന്നില്ല. ഗോതമ്പ് കൃഷി ചെയ്തിരുന്ന എന്റെ കൂട്ടുകാരൻ കെട്ടിത്തുങ്ങി ചത്തത് ഇന്നലെയാണ്. അത് മാത്രമല്ല,
സമരം ചെയ്ത കർഷക യുവാവിനെ വെടിവെച്ച് കൊന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. എടോ, കർഷക ആത്മഹത്യയുടെ കാര്യത്തിൽ ഇന്ത്യയാണ് ലോകത്തിന്റെ തലസ്ഥാനം, അറിയാമോ? ആ, അതൊക്കെ പോട്ടെ. പറഞ്ഞുറപ്പിച്ച സ്ത്രീധന തുക എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണം. എന്തു പറയുന്നു? അതെനിക്ക് കുറച്ചുകൂടി സാവകാശം തരണം. പറ്റില്ല. നിങ്ങളുടെ കാർഷിക വിളകൾക്ക് വില കിട്ടിയിട്ട് ഈ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളുടെ മോളുടെ കാര്യം അവിടെ തകർന്നു പോകും. അതൊക്കെ നിങ്ങളുടെ കാര്യം. ഏതായാലും നമുക്ക് ഈ വിവാഹ കരാറ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമ്മളൊക്കെ സാധാരണ കർഷകരാണ്. നമുക്ക് ചുറ്റും കടങ്ങളാണ്, ബാങ്കുകളിലെ ജപ്തി നോട്ടീസുകളാണ്. നമുക്ക് മുന്നിൽ ഇരുട്ടാണ്, ഇരുട്ട്. ഇതൊരു കീടനാശിനിയാണ്. ഈ ഇരുട്ടിൽ ഇനിയും നമുക്കിവിടെ ഈ ഭൂമിയിൽ ജീവിക്കണോ? ആളുകൾ മാത്രമേ നാട് ഭരിക്കട്ടെ. രാജ്യത്തിന്റെ പട്ടിണി മാറ്റിയില്ലെങ്കിലും പ്രാണപ്രദർശനം നടക്കട്ടെ. കാർഷിക മേഖലയും പൊതുമേഖലാ സ്ഥാപനങ്ങളും അവർ കുത്തകക്കാർക്ക് തിരികെ. ഞാൻ മോളെ കൂടി വിളിക്കാം. നിങ്ങൾ ആ കീടനാശിനിയുടെ അടപ്പ് തുറക്കും. അരുത്. ഇന്ത്യയുടെ ഭൂപടത്തിൽ വീണ്ടും വീണ്ടും ചോരപ്പാടുകൾ വീഴ്ത്തരുത്. ഇന്ത്യയിൽ ഒരു കർഷകൻ പരാജയപ്പെട്ടാൽ അത് ആ കർഷകന്റെ മാത്രം പരാജയമല്ല, ഭക്ഷണം കഴിക്കുന്ന ഓരോരുത്തരുടെയും പരാജയമാണ്. നമ്മുടെ പിതാമഹന്മാർ വെള്ളക്കാരന്റെ നിറതോക്കുകൾക്ക് മുമ്പിൽ വിരിമാറ് കാട്ടി നേടിയെടുത്ത സ്വാതന്ത്ര്യം നമ്മൾ പാഴാക്കരുത്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ സ്വതന്ത്ര ഭാരതം? ഒരിക്കലുമല്ല. ജനാധിപത്യ ദംസനത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും കാലസർപ്പങ്ങൾ ഇന്ത്യയിലെ സാധാരണക്കാരൻ ദർശിച്ചു തുടങ്ങി. നമുക്ക് ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ തൂലിക ചലിപ്പിച്ചവരെ വെടിയുതിർത്തു കൊല്ലുന്ന ഭരണകൂടം ഗോവിന്ദ പൻസാരെ, നരേന്ദ്ര തപോൽക്കർ, ഗൗരി ലങ്കേഷ്, അങ്ങനെ എത്രയെത്ര രക്തസാക്ഷികൾ. ഈ കിരാത ഭരണകൂടത്തിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടാവണം, സധീരമായി പുറത്തിറങ്ങണം. അതെ, പോരാടണം, പോരാടണം. ഇന്ത്യയുടെ ഭരണഘടനയും സ്വാതന്ത്ര്യവും നമ്മൾ സംരക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, നീതിപീഠങ്ങൾ പോലും സഹതാപ നാടകമാടുന്ന ഈ രാജ്യത്തിന്റെ ദുരിതങ്ങളിലും ദുരന്തങ്ങളിലും ഇനിയും നമ്മൾ കാഴ്ചക്കാരാകണോ? ഇനിയും നമ്മൾ കണ്ണീര് ഒഴുക്കണോ? വേണ്ട. നമ്മൾ ആഗ്രഹിക്കുന്ന ഭരണം ഇതല്ല. അതിദുഷിച്ച ഭരണകൂടത്തെ നമ്മൾ ബോധ്യപ്പെടുത്തണം. നമ്മുടെ ബാധ്യതയല്ലേ അത്? നമ്മുടെ കടമയല്ലേ അത്? ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണത്. അതെ, ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണത്. നികൃഷ്ടവും കിരാതവുമായ ഈ കറുത്ത ഭരണത്തിന്റെ ശവപ്പെട്ടിയിലടിക്കുന്ന അവസാനത്തെ ആണിയായിരിക്കണം ഓരോ ഇന്ത്യക്കാരന്റെയും സമ്മതിദാനം. ഇത്രയും സമയം ഞങ്ങളുമായി സഹകരിച്ച മുഴുവൻ